പിന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പോയി മുഖം കഴുകുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഡസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകിപ്പോട്ടെ. ഞാൻ ദേ വരുന്നു. ഹലോ, ഒരു കുട്ടി വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നത് വിചാരിക്കണം. ഞാനും വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് കേട്ടോ. നമ്മളിന്നൊരു ചെറിയ ഫേസ് മാസ്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് സാധനങ്ങൾ മതി. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈ സ്കിന്നിൻ്റെ ടിപ്സ് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോഴത്തേനും അതൊരു ജെല്ലി ഫോമിലായി കിട്ടും. ഐ വിൽ ഷോ യു. ദേ കണ്ടോ, ഈ ഒരു ഇതിൽ നമുക്ക് ആയി കിട്ടും. ഓക്കെ, പിന്നെ വേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ. അലോവേര ജെൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാം. സോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ മേടിച്ചല്ല, മുബാറക്ക് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് തന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഈ ഒരു സ്റ്റാർച്ചിൻ്റെ ജെല്ല് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 10-15 ദിവസത്തേക്കിന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവൻ എടുക്കുന്നില്ല, കാരണം ഇത് അധികം വെച്ച് കഴിഞ്ഞാൽ കേടായി പോകും. നമ്മളിവിടെ പിന്നെ തണുപ്പായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കേടാവില്ല. സോ ഇതിനകത്തേക്ക് നമുക്കിനി വിറ്റമിൻ ഇ ക്യാപ്സ്യൂളും അലോവേര ജെല്ലും മിക്സ് ചെയ്യണം. എനിക്ക് ഞാൻ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അലോവേര ജെല്ല് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അലോവേര ജെല്ല് നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആകാനും ഇറിറ്റേഷനിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ ഞാനിത് രണ്ടും ഇനി മിക്സ് ചെയ്യും. നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അത് ഒരു തരിതരി ഒന്നും ഇല്ലാതാക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് വെക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യും. സോ നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക. നാട്ടിലെ പോലെ അല്ല കേട്ടോ, ഇവിടുത്തെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളിന് ഇച്ചിരി കട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് കത്തി കൊണ്ടൊന്നും മുറിച്ചാൽ മുറിയില്ലാത്തതുകൊണ്ട് ഞാൻ പ്ലെയറൊക്കെ എടുത്തുകൊണ്ട് വന്നു. സോ നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്ത്, അതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ അത്രയും ഓയിലി ഒന്നുമല്ല ഇവിടുത്തെ വിറ്റമിൻ, പക്ഷെ കുറച്ച് ഉണ്ട്. സോ നമുക്കത് ആഡ് ചെയ്യണം. എനിക്ക് ക്യാമറ എടുത്തരാനൊന്നും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ ഇതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും. ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. സോ 2 എണ്ണം ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നും ഇട്ടിട്ടില്ല. 2 എണ്ണം മതി. സോ ഇനി നമുക്ക് വിറ്റമിൻ ഇയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പോയി മുഖം കഴുകുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഡസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകിപ്പോട്ടെ. ഞാൻ ദേ വരുന്നു. ഞാൻ പോയി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നു. സോ നമുക്കിനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഒരു 10-15 മിനിറ്റ് വെക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു 10-30 ദിവസം മേളിലായി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. മുഖപ്പിൾസിൻ്റെ ഒരു അതിപ്രസരണം മാറിക്കിട്ടും. പിന്നെ അലോവേര ജെല്ല് അലർജിക്കായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് അവോയ്ഡ് ദിസ് മെത്തേഡ്. ഓക്കെ, പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർച്ച് മാത്രമായിട്ട് ടോണർ പോലെ ഉപയോഗിക്കാം. കഞ്ഞിവെള്ള ടോണറായിട്ട് ഉപയോഗിക്കാം, നല്ലതാണ്. ഓക്കെ, സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.